ആർക്കാണ് അല്ലാഹു തആല ഖുർആൻ അനന്തരമായി കൊടുത്തത്? ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ത്യാഗം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ പവർ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമുക്ക് തന്ന പവർ എന്താണെന്നറിയോ? അല്ലാഹു നമുക്ക് തന്ന മഹത്വം എന്താണെന്നറിയോ? പടച്ചതമ്പുരാൻ നമുക്ക് തന്ന മഹാത്മ്യം എന്താണെന്നറിയോ? സഹോദരങ്ങളെ, ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാണ്, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാ, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, അവസാനം നമ്മളെ സംഹരിക്കുന്ന അല്ലാഹ്, കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, ഈ സാഗരങ്ങളെയും മാമലകളെയും പടച്ച അല്ലാഹ്, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹ് പടച്ച തമ്പുരാൻ പറയുകയാണ്, സുമ്മ ഔറസ്നൽ കിതാബ്. എന്റെ വേദഗ്രന്ഥമായ, എന്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, 6660 ചില്ലുവാനം വരുന്ന ആയത്തുകൾ ഉൾക്കൊള്ളുന്ന 114 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഖുർആനിന് ഞാൻ അനന്തരം കൊടുത്തത് ആർക്കെന്നറിയോ? അനന്തരാവകാശികൾ ആരെന്നറിയോ? ആരാ അനന്തരാവകാശികളെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്? എന്തിന്റെ അനന്തരാവകാശികളാണ്? പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് സ്വത്തിന്റെ അനന്തരാവകാശികളല്ല, ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയും കടമുറികളുടെയും കോംപ്ലക്സുകളുടെയും ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിന്റെയും സൂപ്പർ മാർക്കറ്റിന്റെയും ഒന്നും ഈ അനന്തരം ഏറ്റെടുക്കുന്നവരെ പറ്റിയല്ല അല്ല പറയുന്നത്. ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഏറ്റവും മൂല്യവത്തായ വിശുദ്ധമായ ഖുർആൻ, ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ അല്ലാഹു പറയുന്നു, അനന്തരം എടുത്തവരാരെന്നറിയോ? അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തവരാ. ഈ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാ. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അതിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനെന്ന് ഞാൻ ഈ കടപ്പുറത്ത് നിന്ന് ചോദിച്ചാൽ ആവേശത്തോടെ മലപ്പുറത്തിന്റെ മക്കളെ വിളിച്ചു പറയുമല്ലോ. കാരുണ്യത്തിന്റെ പ്രവാചകന്, മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി, ഹൃദയത്തിന്റെ തുടിപ്പേ, ചങ്കിലെ ചോരേ, നമ്മുടെ വികാരമേ, നമ്മുടെ വിചാരമേ, ലോകത്തിന്റെ നായക, ആമിനയുടെ തങ്കമോനെ, അബ്ദുള്ളയുടെ പൊന്നുമോനെ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകനാണ് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായവര്. എന്നാൽ ഈ ആദം നബി അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരിൽ അല്ലാഹു തെരഞ്ഞെടുത്ത പ്രവാചകനാരാ? ആ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന വാക്കിന്റെ അറബി പദമാണ് മുസ്തഫ. മുസ്തഫായ പ്രവാചകൻ ആരെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ചുണ്ടുകൾ തട്ടിക്കളിക്കുന്നത് മുഹമ്മദ് നബിയല്ലേ? ആ പ്രിയപ്പെട്ട പ്രവാചകന് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് എത്രത്തോളം മഹത്വമുള്ളവരാണോ? അല്ലാഹു പറയുകയാണ്, അല്ലദീന ഇസ്തഫൈനാ. എന്റെ അടിമകളിലെ ഹിന്ദുക്കളുണ്ട്, എന്റെ അടിമകളിലെ ക്രിസ്ത്യാനികളുണ്ട്, എന്റെ അടിമകളിലെ ജൂതന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, സിഖ് മതക്കാരുണ്ട്. എന്റെ അടിമകളിൽ മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഞാൻ പെരഞ്ഞെടുത്ത വിഭാഗം അഥവാ VIP-കൾ ആരെന്നറിയോ? എന്റെ കിതാബ് കൊടുത്ത അനന്തരം ഏറ്റെടുത്ത ജനങ്ങളാ. അവരാരാണ്? മുസ്ലിം ചെറുപ്പക്കാരാ. ആരാണെന്നറിയോ? അത് ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്താ. ഈ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നൽകിയ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, അത് അനന്തരം തന്നതാണ്. നമ്മൾ ഖുർആനിന്റെ അനന്തരാവകാശികളാണ്. നമ്മളെ ഖുർആനിന്റെ അനന്തരാവകാശികളാണ്. ഈ ഇരിക്കുന്ന എന്റെ മുഴുവൻ സഹോദരിമാരും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളും വിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശികളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളൊക്കെ ഖുർആനിന്റെ അവകാശികളാണ്.
നമ്മളെല്ലാം ഖുർആനിന്റെ അവകാശികളാണ്. ആ അല്ലാത്ത ഒരാളും ഈ സദസ്സിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ആദരവാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് അനന്തരം തന്നു എന്നുള്ളത്. ഖുർആൻ നമുക്ക് അനന്തരം തന്നു എന്നുള്ളത് അല്ലാഹ് തന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധയോടെ ഞാൻ പറയുന്ന 3 വിഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെ ഖുർആനിന്റെ അവകാശികളാണ്. നമ്മൾ നിസ്സാരക്കാരൊന്നുമല്ല. നമ്മൾ ആരാ? അല്ലാഹുവേ, നമ്മൾ ഈമാനുള്ളവരായി എന്നതല്ലേ ലോകത്ത് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത്. നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? സക്കാത്ത് കൊടുത്തോ? ഹജ്ജിന് പോയോ? ഉംറ നിർവഹിച്ചോ? ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? കള്ളു കുടിക്കുന്നുണ്ടോ? പലിശ വാങ്ങുന്നുണ്ടോ? ലോട്ടറി എടുക്കുന്നുണ്ടോ? ഇതൊക്കെ മറ്റൊരു വിഷയം. നീ കലിമ ചൊല്ലിയോ? നീ കലിമ ചൊല്ലിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമയുടെ വക്താവാണോ? നീ വിശുദ്ധമായ കലിമ ചൊല്ലിയവനാണോ? നീ ഇസ്ലാം എന്ന് പറയുന്ന പ്രവിശാലമായ ആ സുന്ദരമായ മതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ പേര് ഖുർആനിന്റെ അനന്തരാവകാശി എന്നാൽ. കള്ളു കുടിക്കുന്നുണ്ടാകാം, ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? ഉണ്ടോ? പലിശ വാങ്ങുന്നുണ്ടാകാം, ലോട്ടറി എടുക്കുന്നുണ്ടാകാം, ചീട്ട് കളിക്കുന്നുണ്ടാകാം, നിസ്കാരം ഇന്നുവരെ നിർവഹിച്ചിട്ടില്ലാതിരിക്കാം, നോമ്പ് നിന്റെ ജീവിതത്തിൽ നീ പിടിച്ചിട്ടുണ്ടാവൂല. പക്ഷെ നീ കലിമ പറഞ്ഞ മുസ്ലിമാണോ? നീ ഖുർആന്റെ അവകാശിയാണ്. നീ ഖുർആനിന്റെ അനന്തരാവകാശിയാണ്. കാരണം നീ കലിമ പറഞ്ഞവനാണ്. നിന്നെ അല്ലാഹ് മറ്റുള്ളവരിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുകയാണ് കലിമയുടെ ആളായി. അല്ലാഹു അങ്ങനെ തന്നെ മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ ഖുർആൻ ഇത്രയും പറഞ്ഞിട്ട് ഖുർആൻ തന്നെ പറയുകയാണ്, അല്ലാഹ് പറയാണ്, ഞാൻ ഇതില് 3 വിഭാഗമായി 3 കാറ്റഗറിയായി ഞാൻ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അഥവാ ഞാൻ 3 വിഭാഗമായി ഞാൻ തരംതിരിച്ചിട്ടുണ്ട് ഖുർആൻ. ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇതിൽ ഏതിലാണ്? ഖുർആൻ നമ്മുടെ പ്രമാണമാണ്. ഖുർആൻ നമ്മുടെ അനന്തരം കിട്ടിയ സ്വത്താണ്. ഖുർആൻ നമ്മുടെ ആധാരമാണ്. ഖുർആൻ നമ്മുടെ സർവ്വതുമാണ്. ഖുർആന്റെ അവകാശിയാണ് ഞാൻ. സാധാരണ പോലെയല്ല, ഞാൻ ഒരു സാധാരണക്കാരനല്ല, ഞാൻ ഖുർആനിന്റെ അവകാശിയാണ്. പക്ഷേ ആ ഖുർആൻ തന്നെ പറഞ്ഞ 3 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് നീ പെട്ടത്? ഖുർആന്റെ അവകാശികൾ 3 വിഭാഗമുണ്ടല്ലോ. ആ 3 വിഭാഗത്തിൽ നീ ഏത് വിഭാഗത്തിലാണ്? ആ ഒരു തിരിച്ചറിവ് മാത്രമാണ് ഇന്നത്തെ ഈ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച രാവായത് കൊണ്ട് എല്ലാവരും മാപ്പാക്കണം. എനിക്ക് മണിക്കൂറുകളോളം പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ചൂട് കടപ്പുറമായാലും ചൂടിന് കുറവൊന്നുമില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു സദസ്സാണ്. എനിക്ക് നല്ല റാഹത്തായി തോന്നുന്ന ഒരു സദസ്സാണ്. കാരണം ഇരിക്കുന്നവരൊക്കെ നല്ല വ്യക്തികളാണ്, നല്ല ആളുകളാണ്, നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും ഈ സദസ്സിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ അവരവർക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്നാൽ ഒരുപക്ഷെ ഈ സ്ഥലം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിലയിൽ നമ്മുടെ ചുറ്റും ആളുകൾ ഈ പരിപാടി ശ്രവിക്കുന്നുണ്ട്, ഈ പരിപാടിയിൽ പങ്കാളികളാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വെളുക്കുന്നത് വരെ പ്രസംഗിക്കാനും സന്തോഷമേ ഉള്ളൂ, താല്പര്യമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആമുഖം തന്നെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകൂല. 10:45 ഞാൻ ദുആ ചെയ്ത് പിരിയും. കാരണം ഇപ്പോൾ എന്നെ നിങ്ങൾ അനുവദിച്ചേ മതിയാവും. എനിക്ക് യാത്ര ചെയ്ത് പോകണം. കാരണം വാഹനത്തിലാണ് വന്നത്. തിരിച്ച് ഉറക്കം ഡീപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. നാളെ ജുമുഅയുള്ളതാണ്, നാളെയും പരിപാടി ഉള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാളെ നന്നായിട്ട് നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാം ഇൻഷാ അല്ലാഹ്. നൗഷാദ് ബാഖവി ഉസ്താദ് എന്റെ പ്രസംഗം കൂടി കലാവിട്ട് നാളെ പ്രസംഗിച്ചു തരും. മുപ്പതിക്ക് പിന്നെ മറ്റന്നാ ശനിയാഴ്ച ജുമുഅയില്ലല്ലോ, ശനിയാഴ്ച ജുമുഅയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ അളിയന്മാരൊക്കെ തന്നെയല്ലോ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും പ്രസംഗം കുറയ്ക്കേണ്ട, ഒരു 3 മണിക്കൂർ പ്രസംഗിക്കാൻ ഞാനും പറഞ്ഞോളാം ഇൻഷാ അല്ലാഹ്. നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് ഈ 3 കൂട്ടം ആളുകളെ ഒന്ന് ഹ്രസ്വമായി മനസ്സിലാക്കാം. ഒന്നാമത്തെ വിഭാഗം ഏത്? അവരുടെ അടയാളം എന്ത്? അവര് നാളെ പരലോകത്ത് എങ്ങനെ നേരിടും? രണ്ടാമത്തെ വിഭാഗമാര് അവരുടെ അടയാളം എന്ത്? പരലോകത്ത് അവർ എങ്ങനെ നേരിടും? മൂന്നാമത്തെ വിഭാഗമേത്? അവരുടെ അടയാളമേത്? അവർ നാളെ പരലോകത്ത് എങ്ങനെയാണ് നേരിടുന്നത്? ഇത് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ.
ഇൻഷാ അല്ലാഹ് അവസാനം നമുക്കൊരു ദുആയും ചെയ്യണം. പടച്ചോൻ ഇതിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആവർത്തനങ്ങളില്ലാതെ വിശദീകരണങ്ങളില്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ ഖുർആനിന്റെ അനന്തരാവകാശികൾ, ഖുർആനിനെ അനന്തരമെടുക്കുന്നവര്, അതിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഫമിൻഹും അവര് സ്വന്തത്തോട് അക്രമം കാണിച്ചവരാ, അവര് സ്വന്തത്തോട് ധിക്കാരം കാണിച്ചവരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവര് തെമ്മാടികളാണ്, ഖുർആനിന്റെ ആളുകളൊക്കെ തന്നെ. പക്ഷേ അവര് വല്ലാതെ ദുസ്വഭാവം ചെയ്യുന്നവരാണ്, ദുസ്വഭാവികളാണ്, അവര് വല്ലാതെ പാപങ്ങൾ ചെയ്യുന്നവരാ, അവര് ലാലിമീങ്ങളാണ്, സ്വന്തത്തോട് ദുൽമ കാണിച്ചവരാ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാ. ഇനി രണ്ടാമത് അല്ലാഹു പറയുന്നത് ആരെയാണെന്നറിയോ? രണ്ടാമത്തേത് മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. ഇനി മൂന്നാമതൊരു വിഭാഗം അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ആരാ? വമിൻഹും സാബിഖും ബിൽ അല്ലാഹു കൽപ്പിച്ച നന്മകളിൽ ധീരമായ മുന്നേറ്റം നിന്നവരാ. നല്ലതുപോലെ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ, നന്മയുടെ പ്രവർത്തനങ്ങളിൽ, ദീനിന്റെ പ്രവർത്തനങ്ങളിൽ, ഇസ്ലാമിന്റെ സംസ്കാരങ്ങളിൽ, ഹബീബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അവര് ധീരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നേറിയവരാണ് മൂന്നാമത്തെ വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, ഖുർആനിന്റെ ആളുകളിൽ തന്നെ ഒന്നാമത്തെ വിഭാഗം ധിക്കാരികളാണല്ലോ, രണ്ടാമത്തെ വിഭാഗം മിഡിൽ ലെവലിലുള്ളവരാണല്ലോ, മൂന്നാമത്തെ വിഭാഗമല്ലേ സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറിയവരുള്ളൂ, അവര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾ ധരിച്ചുവെങ്കിൽ തെറ്റാണ് പ്രിയപ്പെട്ടവര്. നമ്മുടെ പടച്ച തമ്പുരാന്റെ കരുണ നിങ്ങൾക്കറിയണോ? നമ്മുടെ പടച്ചവന്റെ സ്നേഹം നിങ്ങൾക്കറിയണോ? ഒരു കഴുകന്മാർക്കും ഇട്ടെറിഞ്ഞു കൊടുക്കാത്ത, ഒരു ക്രൂരന്മാർക്കും വലിച്ചെറിഞ്ഞു കൊടുക്കാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രത്തോളം നമ്മുടെ സുരക്ഷാ വലയത്തിനകത്ത് നമ്മളെ കൊണ്ടു നടക്കുമെന്നറിയോ? ആർക്കും വലിച്ചെറിഞ്ഞു കൊടുക്കാറ്, ആർക്കും ചവച്ചുതുപ്പാനിട്ട് കൊടുക്കാറ്, ആർക്കും കേറിയിരുന്ന് മാരകമായി മുറിവേൽപ്പിക്കാൻ ഇട്ട് കൊടുക്കാറ്. അല്ലാഹു നമുക്ക് തരുന്ന തണൽ എത്രയാണെന്നറിയോ? അല്ലാഹു നമുക്ക് തരുന്ന സംരക്ഷണം എത്രയാണെന്നറിയോ? ഒരു ഉമ്മ തന്റെ മകളോട്, ഒരു ഉമ്മ തന്റെ മകനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ, താല്പര്യത്തിന്റെ, കരുതലിന്റെ, ജാഗ്രതയുടെ ഒരു 100 ഇരട്ടിയാണ് തന്റെ പ്രിയപ്പെട്ട അടിമയോട് അല്ലാഹുവിനുള്ളതെന്ന് പഠിപ്പിച്ചതാരാ? ഇന്നേവരെ കളവ് പറയാത്ത മദീനയുടെ രാജാവേ, നമ്മുടെ ഖൽബിന്റെ ജേതാവേ, നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ സുന്നികളല്ലേ, നമ്മൾ പ്രവാചക പ്രേമികളല്ലേ, ആശിഖീങ്ങളല്ലേ, മുഹബ്ബീങ്ങളല്ലേ? അറബിക്കടലിന്റെ തിരമാലകളെക്കാൾ ഉച്ചത്തിലാകണം സ്വലാത്ത്. സ്വലാത്തില്ലാതെ നമുക്ക് സ്വർഗമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് രക്ഷയില്ല, സ്വലാത്തില്ലാതെ നമുക്ക് വിജയമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് ജീവനില്ല, ജീവിതമില്ല, ശ്വാസമില്ല, നിശ്വാസമില്ല. സ്വലാത്തില്ലാതെ നമുക്ക് അനക്കമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് അടക്കമില്ല. അതുകൊണ്ട് സ്വലാത്തിനൊരു കുറവും വരുത്തരുത്. ഈ കടലിലേക്ക് പോയി പങ്കായം പിടിച്ച് തഴമ്പിച്ച കരങ്ങളുള്ള താനൂരിലെ, തിരൂരിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മത്സ്യം നിങ്ങൾക്ക് കുറവാണോ? നിങ്ങൾക്ക് ഏത് സമയത്താണ് കടൽ വിഭവങ്ങളുടെ കമ്മി നിങ്ങൾ അനുഭവപ്പെടുന്നത്? സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അല്ലാഹു നിങ്ങൾക്കത് തരും, സംശയമില്ല. കടത്തിന്റെ മേൽ കടമായി കഷ്ടപ്പെടുന്നവരാരാണോ അവരും മുടങ്ങാതെ ചൊല്ലിക്കോ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്താ നമ്മുടെ ലഹരി, ആ സ്വലാത്താ നമ്മുടെ സർവ്വതും, ആ സ്വലാത്താ നമ്മുടെ സുഖം, ആ സ്വലാത്താ നമ്മുടെ ആശ്വാസം, ആ സ്വലാത്താ നമ്മുടെ ആശ്വാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്തിന് കുറവ് വരുത്തണ്ട. അവിടെ നിന്ന് പഠിപ്പിക്കുന്ന വാക്കെന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അറിയുമല്ലോ, പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയായ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ, ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹാനായ മഹാത്മജി പോലും ഇന്ത്യ രാജ്യത്ത് ഭരണം വേണമെങ്കിൽ ഉമറിന്റെ ഭരണമാണ് വേണ്ടതെന്ന് പറയത്തക്ക വണ്ണം അറേബ്യയുടെ ഭരണാധികാരിയായി, ഖലീഫയായി അവരോധിക്കപ്പെട്ട് ലോകം മുഴുവനും നീതി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഖത്താബിന്റെ ഹംദമയുടെ പൊന്നുമോൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ ഈ ആയത്ത് ഓതുകയാ. ثم أورثنا
വറസലൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഈ ആയത്ത് ഓതിയിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാ നമുക്ക് ആശ്വാസം തോന്നുന്നത്, ആ വാക്കുകളാ നമുക്ക് സമാധാനം നൽകുന്നത്. ഉമർ തങ്ങൾ പറയുകയാണ്, സാബിഖുനാ സാബിഖൂ, നന്മയിൽ മുന്നേറിയവർ സ്വർഗത്തിലും മുന്നേറിയവരാ. അവരാണ് പടച്ചതമ്പുരാന്റെ സ്വർഗത്തിലും ആദ്യം പോകുന്നത്. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവോ, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവോ, ഒരു ഹൃദയത്തിൽ ഇന്നേ വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയുടെ ഉള്ളറകളിലേക്ക് കടന്നു പോകുന്നവര് ഇവിടെ നന്മയിൽ മുന്നേറിയവര് തന്നെയാണെന്ന് ഉമർ തങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തെ എണ്ണിയിട്ട് ഉമർ തങ്ങൾ പറയുകയാണ്, മുഖ്തസിദുനാ നാജി, മുൻകടന്നു പോയവരുടെ പിന്നിൽ രക്ഷപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവരും മിഡിൽ-ലെവലിലുള്ളവരാ, അവരും മധ്യനിലപാട് സ്വീകരിച്ചവരാ. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ടല്ലോ, നമ്മുടെ ഖുർആനിന്റെ അനന്തരാവകാശികളില് പാപികളായ തെമ്മാടികളായ താന്തോന്നികളായ ആളുകളുണ്ടല്ലോ, അവരെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയൂല. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നതാ. ഈ ഒരു വാക്കാണ് സഹോദരങ്ങളെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്കെപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഈ ഒരു വാക്കാ. അതുകൊണ്ട് ആരും നശിച്ചു പോയി എന്ന് ചിന്തിക്കണ്ട. ഈ കടപ്പുറത്തിരുന്ന് ചീട്ട് കളിക്കുന്നവനെ എഴുതി തള്ളണ്ട. കള്ളുകുപ്പിയുമായിട്ട് കടപ്പുറത്ത് വന്നിട്ട് കള്ളുകുപ്പി പൊട്ടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് പേപ്പട്ടികളെ പോലെ കിടക്കുന്ന ആളുകള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ നിന്നവര് പുറത്താണ്. ഇവര് കൊള്ളാത്തവന്മാരാണ്, സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കണ്ട. ഒരു വേള ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താ കാരുണ്യത്തിന്റെ നിറകുടമായ അല്ലാഹ്, സൃഷ്ടികളുടെ വേദനകൾ കേൾക്കുന്ന അല്ലാഹ്, അലിവ് അടിമകളോട് കാണിക്കുന്ന അല്ലാഹ്, കനിവ് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് തന്റെ ജനതയോട് കാണിക്കുന്ന കാരുണ്യവാനായ അല്ലാഹ് അവന് പുറത്തു കൊടുക്കുമെന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ ഖുർആനിന്റെ അവകാശികള്, ഒന്നുള്ള അലിമാണ്, അവൻ അക്രമിയാണ്. രണ്ടാമത്തേത് മിഡിൽ-ലെവലിലുള്ള മധ്യനിലപാട് സ്വീകരിച്ചവനാ. മൂന്നാമത്തേത് മുൻകടന്നവനാണ്, അറിവുകളിൽ നന്മകളിൽ മുന്നേറിയവനാണ്. ഈ മൂന്ന് കൂട്ടം ആളുകളുടെ ഉദാഹരണം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോഴേ നമ്മൾ ചിന്തിക്കൂ, നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന്. നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലാലിമിന്റെ അടയാളം എന്താണ്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ലാലിമിനെ ആദ്യം അല്ലാഹു പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? ലാലിമിനെ അല്ലാഹു ആദ്യം പറയാനുള്ള കാരണം എന്താണ്? ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലാലിമീങ്ങളാണ്. ഞാൻ അടയാളം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, പടച്ചോനെ ഞാൻ അതിലാണല്ലോ. അപ്പൊ അടുത്ത ആള് പറയും ഞാനും അതിലാണല്ലോ. 60% ആളുകളും ലാലിമീങ്ങളാണ്. രണ്ടാമത്തേത് മുഖ്തസിദ്. അതിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ ചിന്തിക്കും, പടച്ചവനെ നന്നേ കുറവാണല്ലോ നമ്മുടെ നാട്ടില്, നമ്മുടെ സമുദായത്തില്. അതൊരു 30% ഉള്ളൂ. 90 ആയില്ലേ? ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്, സാബിഖും ബിൽ ഖൈറാത്ത്. അത് 10% ഉള്ളൂ. വളരെ വിരളമാണ്, തുച്ഛമാണ്. നമുക്ക് ഈ ഒരു കാറ്റഗറി അള്ളാഹു പരിചയപ്പെടുത്തിയതിന്റെ ഹിക്മത്തും അത് തന്നെയാണ്. ആദ്യം ഒത്തിരി ആളുകളുള്ള ഒരു സമൂഹത്തെ പറഞ്ഞു ലാലിം. രണ്ടാമത് മുഖ്തസിദ് എന്നാ പറഞ്ഞത്. അവര് അല്പം കുറഞ്ഞ ആളുകളാണ്. ഗ്രേഡ് കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. ക്വാണ്ടിറ്റി കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. മൂന്നാമത് വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആളുകൾ, അവരുടെ ക്വാണ്ടിറ്റി ഏറ്റവും വലിയ ക്വാണ്ടിറ്റി അല്ല, ക്വാണ്ടിറ്റി വളരെ കുറവ്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലാഹു ലാലിമെന്ന് പറഞ്ഞവന്റെ അടയാളം എന്താണ്? അപ്പൊ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ ഇതിൽ ഞാൻ പെട്ടല്ലോ. ഞാനെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാനാ.
നിങ്ങൾ പറയും ഉസ്താദ് വിനയം കൊണ്ട് പറയുന്നതാ. ഞാൻ ആരാന്ന് എല്ലാരെക്കാളും എനിക്കറിയാം. എന്നെക്കാൾ എന്റെ പടച്ചോനും അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിനയത്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിനയ കുനീലനാകാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നും അല്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ലാലിം എന്ന വിഭാഗമാണ്. അവന്റെ അടയാളം എന്തെന്നറിയോ? ഞാൻ അടയാളം പറയാം. ആ അടയാളം പറയുമ്പോ ഓരോരുത്തരും ഇടനെഞ്ചിലേക്ക് തങ്ങളുടെ ആ മസ്തിഷ്കത്തെ ഇടനെഞ്ചിലേക്കൊന്ന് ചേർത്തു വെക്കാൻ, ചിന്ത മുഴുവനും ഇടനെഞ്ചിലേക്ക് കൊണ്ടുവന്ന്, പടച്ചവനെ ഞാൻ ഈ വിഭാഗത്തിലാണല്ലോ, വിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശിയാണെങ്കിൽ പോലും ഞാൻ ഈ കാറ്റഗറിയിലാണല്ലോ എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടെന്ന് മാറാൻ നമ്മൾ തുടക്കം കുറിക്കണം. അതിന് ഈ രാത്രി കാരണമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല രാത്രിയാ, വെള്ളിയാഴ്ച രാവ്, നമുക്ക് ഒത്തിരി ദ്വാരക്കാനുമുണ്ട്. എന്താണ് അടയാളം എന്നറിയോ? അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളം എന്തെന്നറിയോ സഹോദരങ്ങളെ? അവര് ആരാണ്? അവരുടെ അടയാളം എന്താണ്? നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, സ്വന്തത്തോട് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിയിട്ട് ഒരു വിചിന്തനം നടത്തിയിട്ട് തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന മുഫസ്സിരീങ്ങളെ രേഖപ്പെടുത്തുകയാ. ലാലിമുൽ ലിനഫ്സിഹി എന്ന് പറയുന്ന സ്വന്തത്തോട് ദുൽമ കാണിച്ചവൻ ആരാണെന്നറിയോ? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, കള്ളുകുടി അള്ളാഹു ഹറാമാക്കിയതാ, പലിശ പടച്ചവന് ഹറാമാക്കിയതാ. അങ്ങനെ അള്ളാഹു ഹറാമാക്കിയ പ്രവർത്തനങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ അവന് ചെയ്യുന്നവനാ. എല്ലാം ചെയ്യണമെന്നില്ല, ചിലതെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? എന്നാ നിന്റെ പേര് ലാലിം എന്നാണ്. രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ? അള്ളാഹു നിർബന്ധമാക്കിയ അമലുകളുണ്ടല്ലോ, ആ അമലുകൾ നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഉംറയായാലും പാവങ്ങളെ സഹായിക്കലായാലും അള്ളാഹു നിർബന്ധമാക്കിയ കടമകളുണ്ടല്ലോ, ആ കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വീഴ്ച വരുത്തിയവരാ. നിസ്കാരം പലപ്പോഴും നമ്മൾ ഒഴിവാക്കിയവരാ. ചിലപ്പോ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്, സക്കാത്തിന്റെ വിഷയത്തിൽ അവർ വീഴ്ച വരുത്തുന്നവരാണ്. കാരണം എന്തെന്നറിയോ? സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അതിൽ വലിയ ഒരു താല്പര്യം കാണിക്കുന്നില്ല. ചില ആളുകൾ സക്കാത്തും കൊടുക്കും, പക്ഷേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഹജ്ജിന് പോകാൻ അവർക്ക് മടിയാണ്. എന്നാൽ ചില ആളുകൾ ഹജ്ജിനും പോകാൻ തയ്യാറാണ്. ആയുസിൽ ഒരിക്കലല്ലേ ഹജ്ജുള്ളൂ, ആയുസിൽ ഒരൊറ്റ വട്ടമല്ലേ ഉംറയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതും നിർവഹിക്കുന്നു, പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ എന്നെ കിട്ടൂല. കാരണം കഠിനമായ ചൂടല്ലേ, ശക്തമായ ചൂടല്ലേ. ഈ ചൂട് സമയത്ത് ഞാൻ എങ്ങനെയാണ് വെള്ളം കുടിക്കാതിരിക്കുക? വിശക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാനിതാ നോമ്പ് വിടുകയാണെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണുമല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുർആനിന്റെ അനന്തരാവകാശികള് ഒന്നാമത്തെ വിഭാഗമായ ലാലിറം പള്ളിയിൽ സംശയം പ്രകടിപ്പിച്ചു, തിരുരങ്ങാടി പള്ളിയിൽ ആശങ്ക പങ്കുവച്ചു, വെളിയങ്കോട് പള്ളി ഞങ്ങളുടേതാന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. ഈ നാട്ടിൽ, ഈ രാജ്യത്ത് ഒരു നിസ്കാരവും വേണ്ട, അത് ഏറ്റുപിടിച്ച് ലോകരാജ്യങ്ങൾ മുഴുവനും സമ്മതിച്ചു. ഇനി നിസ്കരിക്കുന്നവരൊക്കെ വെടിവെച്ചു കൊല്ലണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഈ ലോകത്ത് സുജൂദ് ചെയ്യാൻ ഒരാളും ഉണ്ടായില്ല. മദ്രസ എന്ന് പറയുന്ന ഒന്നുമില്ല. ഖുർആനൊക്കെ അങ്ങോട്ട് കരിച്ചു കളഞ്ഞു. എല്ലാ ഇസ്ലാമിന്റെ ചൈതന്യം അങ്ങോട്ട് പ്രഭയും മങ്ങിപ്പോയാലും എന്റെ പടച്ചോന് ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. ഇത് തിരിച്ചു ചിന്തിച്ചേ. കാറ്റ് മാറി വീശി, കാറ്റ് മാറി വീശി, ലോകത്തെ തകർക്കപ്പെട്ട പള്ളികളെല്ലാം തിരിച്ചു വന്നു. ഫലസ്തീൻ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ അവകാശം പറഞ്ഞു വരാൻ ഒരു വർഗീയവാദികളും ഉണ്ടായില്ല. എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലും ദുആകൾ നടക്കാൻ
തുടങ്ങി. മദ്രസകളിൽ മജ്ലിസുന്നൂറുകൾ നടക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തും സ്വലാത്ത് മജ്ലിസുകളാണ്, ദിക്ർ ഹൽക്കകളാണ്. എവിടെയും നോമ്പാണ്, എവിടെയും ഇബാദത്താണ്, എവിടെയും ഉറൂസാണ്, എവിടെയും മൗലിദാണ്, എവിടെയും ദിക്റിനോട് ദിക്റാണ്, എവിടെയും മുഴങ്ങി കേൾക്കുന്നത് പടച്ചവന്റെ തക്ബീറാ. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ സ്ഥാനമാനങ്ങൾക്ക് എന്തെങ്കിലും ഉയർച്ചയുണ്ടോ? ഇല്ല, ഇല്ല. അള്ളാഹുവിന്റെ കിബിരിയാ ഇനി യാതൊരു ഉയർച്ചയുമില്ല. അള്ളാഹുവിന് വളർച്ചയില്ല, പടച്ചവന്റെ ഉയർച്ചയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അടിമകളായ നമുക്കാ. അതുകൊണ്ടാ നമസ്കരിച്ചില്ലെങ്കിൽ ആർക്കാണ് കുറ്റം? നിനക്ക് തന്നെയാ. നിസ്കരിച്ചില്ലെന്ന് കരുതിയിട്ട് റബ്ബിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നോമ്പ് പിടിച്ചില്ലെന്ന് കരുതിയിട്ട് എന്റെ പടച്ചോനും ഒന്നും സംഭവിക്കുന്നില്ല. എനിക്കാ ദോഷമുള്ളത്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. കള്ളു കുടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാണ് കേട്. അത് കരളടിച്ചു പോകുമെന്ന കേടല്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുമ്പോ എനിക്കും നിങ്ങൾക്കും ആകെ പ്രതീക്ഷ നമ്മുടെ കാരുണ്യത്തിന്റെ നായകൻ, അജയ്യനായ അമരക്കാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഖബർ, പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ വെച്ച് മഹ്ശറയിൽ വെച്ച് കാണാമെന്നല്ലേ. പക്ഷേ കള്ളു കുടിച്ചവരെ കടപ്പുറത്ത് അറബിക്കടലിന്റെ തിരമാലകൾ അലതല്ലുമ്പോൾ കരയോട് മുത്തം കൊടുത്ത് കടലിന്റെ തിരമാലകൾ, പർവ്വത സമാനമായ തിരമാലകൾ തിരിച്ചു പോകുമ്പോ കള്ളുകുപ്പി പൊട്ടിച്ചിട്ട് കള്ളു കുടിക്കുന്നവരെ അല്ലാഹുവിന് യാതൊരു നഷ്ടവുമില്ല. നിന്റെ കരളും കൂമ്പും വാടും എന്നത് ശാരീരികമാണ്. പക്ഷേ നിനക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ശിക്ഷ നരകത്തിന്റെ ശിക്ഷയല്ല. നിനക്കല്ല തരുന്നത്, നീ കുടിച്ച കള്ളുകുപ്പികൾ നിന്റെ തോളപ്പ് കഴുത്തിൽ തൂക്കിയിട്ട് അല്ലാഹു നിന്റെ കണ്ണുകളെ നീല കണ്ണുകളാക്കി, നിന്റെ നാവ് താഴേക്ക് പേയ് പിടിച്ച നായ്ക്കളെ പോലെ നീണ്ടിറങ്ങി നിന്റെ നാവിലൂടെ ഉമിനീരിത്തിട്ട് വീഴുമ്പോ നരകത്തിലുള്ള ആളുകൾ പോലെ ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞ് മൂക്ക് പൊത്തിപ്പോകുന്ന നിലയിൽ അല്ലാഹ് നിന്നെ പരീക്ഷിക്കുമെന്ന് റസൂല് പഠിപ്പിച്ചല്ലോ. തീനത്തുൽ ഖബാലിൽ നിന്ന് നിന്നെ കുടിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. വ്യഭിചാരിണികളായ സ്ത്രീകളുടെ രഹസ്യ അവയവത്തിൽ നിന്ന് നാളെ നരകത്തിൽ ഒലിച്ചിറങ്ങുന്ന ദ്രാവകം പോലെ നിന്നെ കുടിപ്പിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ മദ്യപാനിയായ ചെറുപ്പക്കാരാ? ഇതെല്ലാം നിനക്കല്ല തരുന്ന ശിക്ഷയാണ്. പക്ഷേ പൊന്നുമോനെ, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു ശിക്ഷ നിനക്കല്ല തരുന്നുണ്ട്. ആ ശിക്ഷ ഏതാണ്? മനുഷ്യരിബ ഖംറൻ മുസ്കിറൻ മുസ്തഹില്ലൻ ബഅദ തഹരീമിഹി വലം യതുബ് വലം യൻസ ഫലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ. ആരെങ്കിലും അറിഞ്ഞു വെച്ച് ഒരു തുള്ളി മദ്യം കുടിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട കടപ്പുറത്തെ സമൂഹമേ, ആരെങ്കിലും ഒരു തുള്ളി മദ്യം കുടിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിഷറ, ആ മഹിഷറ വൻസഭയില് വലൈസ മിന്നീ വലാ അന മിൻഹു യൗമൽ ഖിയാമ. ഞാൻ അവനിൽ പെട്ടവനല്ല, അവൻ എന്നിൽ പെട്ടവനല്ല, ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതാരാണ് പറയുന്നത് എന്റെ സഹോദര? ഇതാരാണ് പറയുന്നത്? ഏത് തെമ്മാടിയെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ നായകൻ, ലോകത്തിന്റെ നായകൻ ഷാഫിആയ നബിയേ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുന്നു, ഞാൻ ഇവനെ മൈൻഡ് ചെയ്യില്ല, ഇവനുമായിട്ട് ഞാനൊരു ബന്ധമില്ല. ആ നിലയിൽ അല്ലാഹു നിന്നെ പരീക്ഷിക്കുമല്ലോ ചെറുപ്പക്കാരാ. ഇത് നിനക്കല്ലേ ദോഷം? അല്ലാഹുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? പലിശ വാങ്ങുന്നവൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ, പലിശക്കാരൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ. ഹാജിയാക്കന്മാരെല്ലാം അതിന് ഒഴിവല്ല, തൊപ്പി വെച്ചത് എല്ലാവരും അതിന് ഒഴിവല്ല. മുസ്ലിയാക്കന്മാരിൽ പലരും പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാരും പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മൂക്കി കയറ്റിക്കളയും. മൂക്കി കയറ്റിയാൽ വലിച്ച കയറുന്ന അത്രയും വലിയ മൂക്കാർക്കുള്ളത്.
പലിശയ്ക്ക് കൊടുക്കുന്ന മൗലിയാക്കന്മാരുണ്ട്. നിങ്ങൾ നാളെ പറയണ്ട ഞാൻ മൗലിയാക്കന്മാരെ അധിക്ഷേപിച്ചു എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അത് മൗലിയാരായാലും ശരി, ഖാളിയായാലും ശരി, അത് ഖതീബായാലും ശരി, മുദരിസായാലും ശരി, പ്രഭാഷകനായാലും ശരി, അത് ഹാജിയാരായാലും ശരി, അത് പള്ളിക്കമ്മറ്റിക്കാരനായാലും ശരി, പലിശക്കാരന്റെ അവസ്ഥ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ്? പലിശക്കാരന് നമ്മൾ കൊടുക്കുന്ന മിതപ്പലിശ, അമിത പലിശ, വട്ടിപ്പലിശ, ബ്ലേഡ് പലിശ, ആ പലിശ, ഈ പലിശ, എന്നാ പലിശയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു 73 പാർട്ടാണ് പലിശ. 73 പാർട്ട് പഠിച്ചു വെച്ചോ. 1000 കൊണ്ട് 1000 രൂപ ആണല്ലോ, തരാം 1000 രൂപ, ബിസ്മില്ലാ ഇരിക്കട്ടെ. തിരിച്ച് നല്ലപോലെ കാണണം. എന്നിട്ട് കൊണ്ട് കൊടുക്കും 1100 വാങ്ങുന്നവൻ. നമ്മൾ പറയും ഈ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ, ഞാൻ അതിന്റെ ഒരു ലാഭവിഹിതമല്ലേ വാങ്ങുന്നുള്ളൂ. എന്തൊക്കെ മനോഹരമായ പേരുകളാണ്. നമുക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കാൻ പറ്റിയതല്ലല്ലോ പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തആല വരച്ച് കാണിച്ചത് പേനയെടുത്തു, ഏടുണങ്ങി, ഇനി അതിൽ കൈകടത്തലുകൾക്ക് ഒരിക്കലും സാധ്യമല്ലല്ലോ. പലിശ വാങ്ങുന്ന ഒരുത്തൻ അല്ലാഹു തആല പറയുന്നു 73 ശാഖകളാണ് പലിശയ്ക്കുള്ളത്. 73ാമത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഒന്നാമത്തത് അവിടെ നിൽക്കട്ടെ, 2 മുതൽ 72 വരെയുള്ള ശിക്ഷകൾ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ക്രൂരമാണ്, കഠിനമാണ്. 73ാമത്തെ ഭാഗം ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. അതാണ് ശിക്ഷ. എന്താ അർത്ഥം? മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. ഇത് കേട്ടിട്ടെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നവരെ നിർത്തിക്കൊള്ളു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന, സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപയോഗിക്കുന്ന മകന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ പരിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പലിശ വാങ്ങി എന്ന് കരുതി കേട്ട് പടച്ചോരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലാലിമുൽ ലിനഫ്സിഹി, നിനക്കാണ് അതിന്റെ കേട്, നിനക്കാണ് അതിന്റെ കേട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വഖത്ത് നിസ്കാരം ഖലാക്കുന്നവൻ, ഒരു നോമ്പ് വിടുന്നവൻ, ഹജ്ജിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോകാതിരിക്കുന്നവൻ, സമ്പത്ത് കോടിക്കണക്കിനുണ്ടായിട്ട് പാവപ്പെട്ടവന് ആ ചെറ്റക്കൂരയിൽ പട്ടിണി കിടക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ അർഹനാണെന്നറിഞ്ഞിട്ടും വയറ് നിറച്ചിട്ട് മൃഷ്ടാന്ന ഭോജനം നടത്തി തന്റെ പ്രിയപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് 50 ലക്ഷത്തിന്റെ വലിയ വലിയ പന്തലിട്ട് 100 പവനും 200 പവനും 5 കിലോയും 10 കിലോയും സ്വർണ്ണാഭരണം ധരിപ്പിച്ച് തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന്റെ പന്തലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന വലിയ വലിയ ദാടിയുള്ള നിസ്കാരത്തടമ്പുള്ള മുസ്ലിമേ, നിനക്കാണ് കേട്, അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ലാലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം നിർബന്ധമായതിൽ പലതും ഉപേക്ഷിക്കും, ഹറാമായ പലതും ചെയ്യും. അവനാണ് ഖുർആന്റെ, അവൻ ഖുർആന്റെ ആളല്ല എന്ന് പറയാൻ പറ്റൂല, ഖുർആന്റെ ആളാ. പക്ഷെ ഒന്നാമത്തെ വിഭാഗം ആളാണ് ലാലിമുൽ ലിനഫ്സിഹി എന്ന ആ വിഭാഗത്തിൽപ്പെട്ടവനാണ്. ഇവന് നാളെ പരലോകത്ത് നേരിടുന്ന അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ചുരുക്കി പറയാൻ, ഇവൻ പരലോകത്ത് നേരിടുന്നത് മഹാന്മാര് പറയുകയാണ്, في طول الحشر. നാളെ പരലോകത്തിയവന് നീണ്ട കാലത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നതാണ്. പടച്ചവന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നവനാണ്. അള്ളാന്റെ കോടതിയിൽ അവന് നിൽക്കേണ്ടി വരും. എത്ര കാലമെന്നറിയോ? ഫീ തൂലിൽ ഹശ്രി. അവന് ദീർഘനാള് മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നതാ. ഇന്നത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്ന് പാലക്കാട് ജില്ലയിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ
ഞങ്ങളുടെ നാട്ടിൽ അറിയുമല്ലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാ. രണ്ടാമത് ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. പാലക്കാട് ജില്ലക്കാരനായ സഹോദരൻ വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലെ ഡിഗ്രി 45 കഴിഞ്ഞിരിക്കുകയാണ്. ചൂട് 45 ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, വിയർത്തൊലിക്കുകയാണ്, ശരീരം വല്ലാത്തൊരു പുഴുങ്ങലാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചൂട് കഠിനമാണ്. എന്റെ പ്രിയമുള്ളവരെ, നാളെ മഹിശറ എന്ന് പറയുന്നത് നിസാരമല്ല. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചാണാണ്, ഇതൊരു അടിയാണ്, ഇതൊരു മുഴമാണ്. എല്ലാവർക്കും അറിയുമല്ലോ സഹോദര, ഒരു ചാൻ മുകളില് സൂര്യൻ അതിന്റെ താപം വിസർജിക്കുകയാണ്. ഒരു ചാൻ മുകളിലെന്ന് പറഞ്ഞാൽ അവന്റെ തള്ളവിരൽ തലയിൽ വെച്ചിട്ട് അവന്റെ ചെറുവിരൽ എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്ത് സൂര്യനതാ താപം വിസർജിക്കുകയാ. അടിയിൽ ഇതുപോലുള്ള മണലല്ല, അടിയിൽ കാർപ്പറ്റല്ല, വെള്ളമല്ല. പ്രിയപ്പെട്ടവരെ, അടിയിലെ ടാറല്ല, പിന്നെയോ ചെമ്പുത്തറയാണ്. അല്ലാ, അങ്ങനത്തെ മഹിശറയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എപ്രകാരമാണ്? ഫീ തൂലിൽ ഹശ്രി, ദീർഘനാൾ നമ്മൾ മഹിശറയിൽ നിൽക്കേണ്ടി വരും. അല്ലാഹു എല്ലാ വിചാരണയും നടത്തിയിട്ട് നമ്മളെ അവസാനം, പ്രിയപ്പെട്ടവരെ, കലിമയുടെ ആളുകളല്ലേ, ഒരുപക്ഷേ നരകത്തിലെങ്ങാനും ഇടേണ്ടി വന്നാൽ ഇട്ട് അവിടെ നിന്ന് നമ്മളെ കഴുകി ശുദ്ധിയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നായാല് കലിമ പറഞ്ഞവനെ, നിനക്ക് സ്വർഗമാണ്. അങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിലെത്തിയിട്ട് പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ الذي أحلنا دار المقامة من فضله لا يمسنا فيها لغوب فيها نصب ولا يمسنا فيها لغوب. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹ് പറയുകയാണ്, ശബ്ദകോലാഹലങ്ങളില്ലാത്ത, ഒറ്റുകൊടുപ്പും പാരവെപ്പുമില്ലാത്ത, അകറ്റി നിർത്തലും പാരവെപ്പുമില്ലാത്ത ഈ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച അല്ലാഹ് എപ്പോഴാണ്? പടച്ചതമ്പുരാനെ, ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിയിട്ട സ്വർഗത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. ആ പ്രയാസം ഏതാണ്? മഹിശറയിൽ നിൽക്കുന്ന നൃത്തമാണ്. ചെയ്തു പോയ അപരാധങ്ങളുടെ പേരിൽ നരകത്തിൽ കിടന്ന നരകത്തിന്റെ ശിക്ഷയാണ്. അല്ലാഹുവേ, ഈ സരസിലിരിക്കുന്ന ഞങ്ങളെ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ, ഈ പ്രസംഗം ഇവിടെ നിന്ന് കേൾക്കുന്നവരെ, ലൈവിലൂടെ കാണുന്നവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, മുസ്ലിം ഉമ്മത്തിനെ വാലിമീങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒന്നാമത്തെ വിഭാഗം, അവരും ഖുർആന്റെ ആളുകളാണ്, പക്ഷെ അവര് ഈ പറയുന്ന രീതിയിൽ ചില ഹറാമ് ചെയ്യും, ചില ഫർള് ഉപേക്ഷിക്കും. അവര് മഹിശറയിൽ കുറെ നാൾ നിൽക്കേണ്ടി വരും. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് മധ്യ നിലപാട് സ്വീകരിച്ചവർ, മിഡിൽ ലെവലിലുള്ള ആളുകൾ, മുഖത്തസിദീങ്ങൾ. ഞാൻ പറയുന്നു 30% ആളുകൾ അതിലുള്ളതാണ്. 60 ലാലിമീങ്ങളാണ്. ഞാൻ ഈ പറയുന്ന 30% ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവുമോ? അല്ലാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ 30%, ഞാൻ എന്റെ പ്രസംഗത്തിൽ വെള്ളം കുടിക്കാറേ ഇല്ല. കാരണം എന്താണെന്നറിയോ? വെള്ളം കുടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പോയിരുന്ന് കുടിക്കണം, നിന്ന് കുടിക്കുന്ന ശരിയല്ല. ആ ഒരു ഫ്ലോ അങ്ങ് പോകും. നിന്ന് കുടിച്ചാൽ ഏതെങ്കിലും സാധാരണ പറയുന്നവര് പറയും, ഇയാൾ പ്രസംഗിച്ച് നിന്ന് കുടിച്ചു, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല, അങ്ങനെ പേടിയില്ല. പക്ഷെ ഏതെങ്കിലും സാധുക്കൾ ചിന്തിക്കും ഇത് ശരിയാണ് എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഈ പ്രസംഗത്തിന്റെ വെള്ളം കുടിച്ചു പോവുക, ചൂട് അത്രയുള്ളത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ വിഭാഗം ആളുകൾ, ഒരു അവസരം കൂടെ കിട്ടിയില്ല. ബക്കറ്റ് അവര് പറയാതിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബക്കറ്റ്
ഒരു വലിയ ബക്കറ്റ ഒന്ന് നിറച്ചു തരണം, മണൽവാരി ഇടണ്ട, പൈസ ഇട്ടിട്ട്. നമ്മുടെ പരിപാടി ഇന്നലെ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ചെലവുണ്ട്. പന്തലിന്റെ ചെലവൊന്നുമില്ല, പന്തലിന് പിന്നെ ചെലവൊന്നുമില്ല, ഈ സ്റ്റേജിന്റെ ചെലവ് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരുപാട് ചെലവുള്ളതല്ലേ. എല്ലാവരും ഒരു നല്ല ഹദിയ എടുത്തേ. കടലില് അള്ളാഹു നല്ല മത്സ്യം തരട്ടെ, ഇഷ്ടം പോലെ കിട്ടട്ടെ, കണ്ണും മനസ്സും നിറഞ്ഞ് കിട്ടട്ടെ. കൊണ്ടുവരാൻ കഴിയാത്ത വണ്ണം അള്ളാഹു താല നമുക്ക് കടൽ വിഭവങ്ങളെ അള്ളാഹു നമുക്ക് സുലഭമാക്കി തരട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി തരട്ടെ, നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു ഹദിയ. ഉസ്താദുമാരെന്ന് വാങ്ങിച്ച പാവങ്ങള് ശമ്പളം കുറവല്ലേ, അവർക്ക് വേറെ സൈഡ് ബിസിനസ്സും വേറെ ഒന്നും ഇല്ലല്ലോ. എന്തായാലും ബറക്കത്തുള്ളതാ. ഈ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞ് ശമ്പളം കുറയ്ക്കൊന്നും വേണ്ടേ. പെട്രോൾ ഡീസൽ അടിച്ചിട്ട് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റൂലല്ലോ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തി. രണ്ടാമത്തെ വിഭാഗം മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. സഹോദരങ്ങളെ, അവരുടെ അടയാളം എന്തെന്നറിയോ? നേരത്തെ പറഞ്ഞത് മറന്നു പോകരുതേ. രണ്ടാമത്തെ വിഭാഗം മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. അവരുടെ അടയാളം എന്താണെന്നറിയോ? സഹോദരാ, ചിന്തിക്കണേ. നമ്മളിൽ ആരാണ് ആ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളത്? ആരാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ചിന്തിക്കുക. അവര് നിർബന്ധമായ ഒരൊറ്റ കാര്യങ്ങളും ഒഴിവാക്കുന്നവരല്ല. അവര് നിർബന്ധമായ യാതൊന്നും ഒഴിവാക്കുന്നവരല്ല. അള്ളാഹു നിർബന്ധമാണെന്ന് പറഞ്ഞത് ഒന്നുപോലും ജീവിതത്തിൽ അവർ ഒഴിവാക്കിയിട്ടില്ല. നിസ്കാരം അവർ ഒഴിവാക്കിയിട്ടില്ല, നോമ്പ് അവർ ഉപേക്ഷിച്ചിട്ടില്ല. സക്കാത്ത് കൊടുക്കാൻ അർഹനാണെങ്കിൽ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഹജ്ജ് പോകാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നിർബന്ധമാക്കിയതൊന്നും അവർ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹു സുന്നത്താക്കിയ പല കാര്യങ്ങളും അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു സുന്നത്താക്കിയ പല കാര്യങ്ങളും അവർക്ക് വിട്ടുപോയിട്ടുണ്ട്. തലമുറക്കല് സുന്നത്താണ്, പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. വെള്ളവസ്ത്രം ധരിക്കുന്നത് സുന്നത്താണ്, പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ഇടതുഭാഗത്തേക്ക് മുണ്ടെടുക്കുന്നത് ആദ്യം വലതുഭാഗത്തേക്ക് മുണ്ട് ചേർത്ത് വെച്ചിട്ട് രണ്ടാമത് ആ മുണ്ടിന്റെ കര ഇടതുഭാഗത്ത് വരത്തക്ക നിലയിൽ ഉടുക്കുന്നത് സുന്നത്താ. അത് ഇന്നേ വരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ചില ആളുകൾക്ക്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ സുന്നത്ത് മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്നതാ, അറിയാതെ നമ്മൾ ചെയ്യുന്നതാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മുറിഞ്ഞു പോകാത്തൊരു സുന്നത്തുണ്ട്. ഇന്ന് മുതൽ ചെയ്തോളി. ഞാൻ ഉടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് മറ കെട്ടിയിട്ടുണ്ടല്ലേ, കുഴപ്പമില്ലല്ലോ. ജിബ്ബ പോക്കാല്ലേ, പെണ്ണുങ്ങൾ പിന്നെ മുണ്ടെടുക്കുന്നവരല്ലല്ലോ. നിങ്ങൾ നോക്കിയ ഈ കര ഈ ഭാഗത്ത് വരണം, ഈ കര ഈ ഭാഗത്ത് വരണം, ഇടതുഭാഗത്ത്. അപ്പൊ ആദ്യം മുണ്ടിങ്ങനെ വെച്ചിട്ട് ഒരു കര വലത്തേക്ക് പിടിക്കണം, വലത്തതിനെ മുന്തിക്കലായി. ഈ സുന്നത്ത് എപ്പോഴാണ് നമ്മൾ ഒഴിവാക്കുന്നത്? പറ. കുളിമുറി കയറുമ്പോൾ മുഴുവൻ ഒന്നുമില്ലാതെ തന്നെ കുളിക്കുന്നത്, തോർത്തെടുത്തോണ്ടല്ലേ. നമ്മൾ തോറത്തെടുത്ത് ഉടുത്തതിന് ശേഷമാണ് അടുത്ത മുണ്ട് മാറ്റുന്നത്. തിരിച്ചു കുളിച്ചു കഴിഞ്ഞാൽ ആ മുണ്ട് എടുത്ത് വേറെ പുതിയ മുണ്ടെടുത്ത് അരയിൽ വെച്ചിട്ടാണ് തോറത്ത് മാറ്റുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ റയറായിട്ട് മാത്രമേ ആ കാര്യം ആ മുണ്ട് നമ്മൾ മാറ്റുന്നുള്ളൂ, വളരെ കുറഞ്ഞ സമയങ്ങളിൽ. അപ്പൊ അത്രയും സമയം നമുക്കൊരു സുന്നത്ത് കിട്ടിക്കൊണ്ടിരിക്കാൻ നിസാരമായി ആരും അത് തള്ളരുത്. അങ്ങനെയൊക്കെ കുറെ സുന്നത്തുണ്ട്. ഒരിക്കൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്തുണ്ട്. ഇപ്പൊ ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ കൂടെ എത്രയോ പേര് നിസ്കരിക്കും, ലോകത്ത് എവിടെയെല്ലാം നിസ്കരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വലത് കൈ ഉണ്ടാണെങ്കിൽ അത് എത്രയോ പേര് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ അത് ചെയ്താൽ പിന്നെ അപ്പോ വേറെ ആർക്കും ലോകത്ത്, അമേരിക്കയിലും ന്യൂസിലാൻഡിലും സ്വിറ്റ്സർലാൻഡിലും ഫിൻലാൻഡിലും ജപ്പാനിലും യൂറോപ്പിലും ലോകത്ത് ഒരു സ്ഥലത്തും ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു സുന്നത്തുണ്ട്. അതേത് സുന്നത്ത്? നോക്കട്ടെ. കടപ്പുറത്തുള്ള നമുക്ക് ചില ആളുകൾക്ക് അറിയാം, പറയാത്തതാ. ഏതാ സുന്നത്ത്? ഞാൻ ഇപ്പോ അത് ചെയ്താൽ ലോകത്ത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല.
ഹജറുൽ അസ്വദിനെ മുത്തല്, അത് സുന്നത്തായ കർമ്മല്ലേ? ഞാൻ ചുംബിക്കുമ്പോ ലോകത്ത് വേറെ ആർക്കും അത് ചുംബിക്കാൻ പറ്റില്ല. ഇനി ഹജറുൽ അസ്വദ് മുത്താൻ ഭാഗ്യം കിട്ടിയാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചോളി, പടച്ചോനെ, നിന്റെ ഭൂമിയിൽ കോടാനകോടി ജനങ്ങളിൽ ഈ സ്വർഗത്തിന്റെ കല്ലിൽ ഇപ്പൊ മൂക്ക് വെച്ചിട്ടുള്ളത് ഞാൻ മാത്രമാണ്. ലോകത്തൊരു മഖ്ലൂക്കും ഇപ്പൊ അത് ചെയ്യുന്നില്ല. ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ ചിലപ്പോൾ തള്ളല്ലേ, ഉന്തല്ലേ, ആളല്ലേ, മിസ്രികളുടെ ഇടയിൽ, പാകിസ്ഥാനികളുടെ ഇടയിൽ, അതുപോലെ ഇറാനികളുടെ ഇടയിൽ, സൗദിയുടെ ഇടയിലൊക്കെ നമ്മൾ ഇച്ചിരി വന്ന് നമ്മൾ ചെന്ന് നിന്ന് കൊടുത്താൽ തോണ്ടിയങ്ങ് എറിയും, അതുകൊണ്ട് പോണ്ടാന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നവരുണ്ട്. ഹജറുൽ അസ്വദിനൊന്നും മുത്താൻ പറ്റാതെ ഇവിടെ നിന്ന് മരിച്ചുപോയാളുടെ രംഗമൊന്ന് ആലോചിച്ച് നോക്കി. കിട്ടുന്ന അവസരത്തിൽ പോകണം. മുഹറം, എനിക്ക് ഈ ഉംറ കച്ചവടമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ ഇതിനൊക്കെ എതിർക്കുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നെങ്കിൽ 50 പേര് പാസ്പോർട്ട് കൊണ്ടുവരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ വണ്ടന്മാരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അതിനെ എതിർക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉംറയ്ക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ഗ്രൂപ്പുകൾ വന്നത് കൊണ്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് ഉംറ ചെയ്യാൻ പറ്റി. ഹജ്ജിന് പോകുമ്പോ ഗവൺമെന്റിൽ കൊടുത്താൽ ഞാൻ എതിർത്ത് പറയുന്നതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു അമീർ ഇല്ലാതെ. പക്ഷെ നമ്മള് ഇരട്ടി പൈസ കൊടുത്താണെങ്കിലും ഹജ്ജ് കമ്മിറ്റിയിലും പോകേണ്ടവര് പോകണം, ഞാൻ എതിർക്കുന്നതല്ല. ഇനി അതൊരു വിവാദമാവണ്ട. പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അമീറന്മാരുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ഹറമിനടുത്താണ് താമസം. നമുക്ക് ഇബാദത്തിനൊക്കെ അവസരം കിട്ടില്ല ഉസ്താദേ? നല്ല അവസരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ.